അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മൗലാന മുഹമ്മദ്. നമ്മളെ തത്ബീഖിലെ അബീ സയ്യുവസ്ലിനി അൽ ബൈത്ത എന്നുള്ള ഒരു പാഠമാണ് നമ്മൾ അവസാനം എടുത്തത്. അപ്പോൾ അതിൻ്റെ വർക്കുകൾ നോക്കാം. അതിൽ ഒന്നാമത്തെ വർക്ക് ഖിറാഅത്തുൻ നസി മാ മുറാഅത്തിൽ മഖാരിജി വത്തത്ബീഖി വസ്സൗതി എന്ന പറഞ്ഞത്. ഈ പാഠം നല്ല മഖ്റജുകൾ ഒപ്പിച്ച് എവിടെ നിന്നാണ് ഓരോ അക്ഷരങ്ങൾ വരേണ്ടത് അതൊക്കെ നോക്കി, അതുപോലെ തന്നെ ശബ്ദ മാധുര്യത്തോടെ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല 1, 2, 3 തവണകളായിട്ട് വായിച്ചു കൊണ്ടിരിക്കണം. പിന്നെ തദ്രീബാത്ത് നമുക്ക് ചെയ്യാനുള്ളത്, ഒന്നാമത് നബ്ഹസ് അനിൽ മആനി, ഈ അർത്ഥങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതണം. ഓക്കെ. സ്വൈദ എന്ന് പറഞ്ഞാൽ കയറി. ഓക്കെ. മത്തിന് എന്ന് പറഞ്ഞാൽ പുറം ഭാഗത്തിനേക്കാണ് മത്തിന് എന്ന് പറയട്ടോ. പിന്നെ രഹ്ലത്ത് എന്ന് പറഞ്ഞാൽ യാത്ര. ഖദം എന്ന് പറഞ്ഞാൽ അടി എന്ന് പറഞ്ഞാൽ ലറബ് എന്നുള്ള അടി അല്ല കേട്ടോ, കാലിൻ്റെ അടി, നമ്മൾ ഫീറ്റ് എന്ന് പറയല്ലോ, ഇത്ര അടി എന്നുള്ള അടി. ഇൽതറബ എന്ന് പറഞ്ഞാൽ ഇളകി മറിയുക. തഹറക്ക എന്ന് പറഞ്ഞാൽ ചലിക്കുക. തഹത്വമ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തകരുക. അജസ എന്ന് പറഞ്ഞാൽ അശക്തനാവുക, ശക്തിയില്ലാതെയാവുക എന്നർത്ഥം. അസൈത്തറത്തു എന്ന് പറഞ്ഞാൽ ആധിപത്യം, നിയന്ത്രണം എന്നൊക്കെ അർത്ഥത്തിനേക്ക് അധികാരം. മുഷ്കിലത്ത് എന്ന് പറഞ്ഞാൽ പ്രശ്നം. യതളറൗന എന്ന് പറഞ്ഞാൽ കേണപേക്ഷിക്കുന്നു അവർ. ഖലാസ് പറഞ്ഞാൽ രക്ഷ. സക്കന എന്ന് പറഞ്ഞാൽ താമസിക്കുക, അടങ്ങുക എന്നൊക്കെ അർത്ഥം. ഫസിഉൻ എന്ന് പറഞ്ഞാൽ ഭയം ഉള്ളവൻ എന്നർത്ഥം. അഹ്വാൽ എന്ന് പറഞ്ഞാൽ ഭീകരതകൾ എന്നർത്ഥം. എന്താ പറയുക, ഭീതിതമായത് എന്നൊക്കെ, ഭീതിതമായ സാഹചര്യങ്ങൾ എന്നർത്ഥത്തിനേക്കാണ് അഹ്വാൽ. ദാഖിലുൻ എന്ന് പറഞ്ഞാൽ അകത്ത്, ഉള്ളിൽ എന്നർത്ഥം. മുആഖ് എന്ന് പറഞ്ഞാൽ എന്താണ്, ന്യൂനതയുള്ളത് എന്നൊക്കെ അർത്ഥത്തിനേക്കാണ്, പ്രശ്നമുള്ളത്, വികലാംഗനായത് എന്നർത്ഥം. ദിഹിനി എന്ന് പറഞ്ഞാൽ മാനസികമായി. ഇസ്തഖറ പറഞ്ഞാൽ ഉറച്ചു നിന്നു. ജവ്വ പറഞ്ഞാൽ അന്തരീക്ഷം. ഹാദിഉൻ എന്ന് പറഞ്ഞാൽ ശാന്തമായത്. വശക്കുൻ എന്ന് പറഞ്ഞാൽ വക്ക്, അരു, മൂല എന്നൊക്കെ അർത്ഥം. വശക്ക് പറഞ്ഞാൽ വക്ക്. അലാ വശക്കിൽ ഫൗസ്, വിജയത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. അലാ വശക്കിൽ ഹസാറ, പരാജയത്തിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു എന്നൊക്കെ പറയാം. തിഖത്തിന് എന്ന് പറഞ്ഞാൽ ഉറപ്പ്, വിശ്വാസം എന്നർത്ഥം. വസ്സല എന്ന് പറഞ്ഞാൽ എത്തിക്കുക എന്നൊക്കെ അർത്ഥത്തിന് കേട്ടോ, എത്തിക്കുക. വസലാറിന് എത്തുക, വസ്സലാറിന് എത്തിക്കുക. പിന്നെ അടുത്ത വർക്ക് നക്തശിഫുൽ അൽദാദിൻ്റെ ലിദ്ദുകൾ നമ്മൾ പഠിക്കാനാണ്. ഫരിഹ എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു, അതിൻ്റെ ലിദ് ഹസീന, ദുഃഖിച്ചു. പിന്നെ സ്വായിദ പറഞ്ഞാൽ കയറി. നസല, ഹബത്ത എന്നൊക്കെ പറഞ്ഞാൽ ഇറങ്ങി. ബദ തുടങ്ങി. ഖതമ അവസാനിച്ചു. യഖീൻ എന്ന് പറഞ്ഞാൽ ഉറപ്പ്. ലൊന്ന് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ, വഹ്മ് എന്നൊക്കെ പറയാം. ലൊന്ന്, വഹ്മ്. അജൂസ് എന്ന് പറഞ്ഞാൽ ശക്തിയില്ലാത്തത് എന്നൊക്കെ അർത്ഥം. അപ്പോൾ കവിയ്യുൻ നല്ല ശക്തവാൻ എന്നർത്ഥം. പിന്നെ നക്തശിഫുൽ മുഫ്രദുകൾ നമ്മൾ കണ്ടെത്താനാണ്. റുക്കാബിൻ്റെ ജമ്മ് റാക്കിബുൻ ജമ്മ് റുക്കാബ്. അജായിസിൻ്റെ മുഫ്രദ് അജൂസ്. ഹൗലിൻ്റെ ജമ്മാണ് അഹ്വാൽ. ആലിഹത്ത് എന്നുള്ളത് ഇലാഹിൻ്റെ ജമ്മാണ് ആലിഹത്ത്. ഖായിഫുൻ എന്നതിൻ്റെ ജമ്മാണ് ഖായിഫൂന അല്ലെങ്കിൽ ഖായിഫീന എന്നുള്ളത്. പിന്നെ അടുത്തത് നക്തശിഫുൽ ജമ്മുകൾ നമ്മൾ പരിശോധിക്കുന്നു എന്നാണ്. മത്തിനിൻ്റെ ജമ്മ് മുത്തൂൻ എന്നാണ്. ഖദമ് അഖ്ദാമ്. മുഷ്കിലത്ത് മശാക്കിൽ. ഷെയ് അഷിയാ, അബ് ആബാ എന്നൊക്കെ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നക്തശിഫുൽ അൽഫാദുൽ മുതഅല്ലഖത്ത് ബിദ്ദർസി, ഈ പദങ്ങൾ നമ്മുടെ പാഠവുമായി ബന്ധിപ്പിക്കാനാണ്. അപ്പോൾ ത്വയ്യാർ എന്ന് പറഞ്ഞാൽ പൈലറ്റ്. മുളീഫ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുന്നത് എന്നർത്ഥം. ആമിൽ എന്ന് പറഞ്ഞാൽ ജോലിക്കാർ. ത്വായിറത്ത് എന്ന് പറഞ്ഞാൽ പ്ലെയിന്. സയ്യാറത്ത് പറഞ്ഞാൽ കാറ്. ഹാഫിലത്ത് എന്ന് പറഞ്ഞാൽ ബസ്. ദറാജത്ത് പറഞ്ഞാൽ സൈക്കിള്. ദുബാബത്ത് എന്ന് പറഞ്ഞാൽ ദുബാബത്ത് ഈച്ചണ്. ദബാബത്ത് എന്താ അറിയില്ല. ദുബാബത്ത് എന്ന് പറഞ്ഞാൽ ഈച്ചണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് ഇസ്താമിൽ ഫിൽ ജുംലയിൽ പ്രയോഗിക്കുക. ആ മുമ്പുള്ള വർക്കുകളൊക്കെ പറഞ്ഞാൽ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം കേട്ടോ. ബദഅത്ത് തതഹറക്കു, ചലിക്കാൻ തുടങ്ങി. ഇത് നമ്മൾ മുമ്പൊരു പാഠത്തിലും അദബിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബദഅത്ത് തതഹറക്കു, അത് ചലിക്കാൻ തുടങ്ങി എന്നർത്ഥം. അത് മുഅന്നസ് ആകുമ്പോഴാണ് ബദഅത്ത് തതഹറക്കു. ബദഅ യതഹറക്കു പറഞ്ഞാലോ അത് ചലിക്കാൻ തുടങ്ങി എന്നൊക്കെ അർത്ഥം. പിന്നെ ഖാഫ അൻ, ഭയന്നു. ബഖാഫ അൻ.
യദ്ഹബ അവൻ പോകാൻ ഭയന്നു, അതുപോലെ എന്തെങ്കിലും മറ്റൊരു ചേർത്ത് കൊടുത്തിട്ട് ഒരു ജുംല പൂർത്തിയാക്കി എഴുതാം. പിന്നെ സയ്യിത്തറ അല എന്ന് പറഞ്ഞാൽ ആധിപത്യം നേടുക. അപ്പോൾ എന്താ പറയുക, ഇതിൽ പറഞ്ഞല്ലോ അല സൈത്തറത്തി അല തോയിറത്തി, വിമാനത്തിൻ്റെ മേൽ നിയന്ത്രണം എടുക്കാൻ എന്നർത്ഥം. സോറ എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. കാന അസ്ബ ഹംസ സോറ, അതിലുണ്ടായിരുന്നല്ലോ സോറ ആയിത്തീരുക. സയുവസ്സിലു ശേഷം എത്തി ചേർക്കും എന്നർത്ഥം. പിന്നെ അടുത്തത് ഇഖ്തർ ഖിസത്തൻ നൊഹറ ലി തിഖത്തിൻ നഫ്സി വതർജുംഹ ഇലൽ അറബിയ എന്നാണ്. നിങ്ങൾ ഇതുപോലെ നല്ല ആത്മവിശ്വാസത്തിൻ്റെ കഥകൾ, കോൺഫിഡൻസിലെ സെൽഫ് കോൺഫിഡൻസ്, അതിൻ്റെ ഏതെങ്കിലും കഥകൾ നിങ്ങൾ മലയാളത്തിൽ എഴുതിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വായിച്ച കഥകളോ ഏതെങ്കിലുമൊക്കെ വായിച്ചത് ഉണ്ടെങ്കിൽ അത് മലയാളത്തിൽ എഴുതിയിട്ട് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ്. അത് പറ്റുന്നവരൊക്കെ ചെയ്യുക. ഇസ്തമിൽ ഫുൽ ജുമല്, അതുപോലെ തന്നെ മറ്റു ജമ്മ് മുഫ്രദ് അർത്ഥങ്ങളൊക്കെ എല്ലാവരും എഴുതി വെക്കുക. അവസാനത്തും എല്ലാവരും എഴുതാൻ ശ്രമിക്കുക. ഇതുപോലെ എന്തെങ്കിലും നല്ല ആത്മവിശ്വാസത്തിൻ്റെ കഥകൾ ഉണ്ടാവില്ലേ നിങ്ങൾ കേട്ടെ, അപ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒന്ന് അറബിയിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും.